ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ഒറോട്ടി അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫിഷ് മോളി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ നെയ്മീൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, കുറച്ചുപ്പ്, 1/2 ടീസ്പൂണൊക്കെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലതായിട്ട് മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ടൊന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം മീൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഓരോ പീസും വെച്ച് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഓരോ സൈഡ് ഒരു 3 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്ത പോലെ ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യേണ്ട. ചെറുതായിട്ട് നിറമൊന്ന് മാറണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് നേരം. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ദശകട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ആവോലി, കരിമീൻ, മോത, വറ്റ അതുപോലുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചൊരു 3-4 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ചെയ്യാം. ഇതിപ്പോൾ ഈ സൈഡ് ആയിട്ടുണ്ട്, നമുക്കെടുക്കാം. പിന്നെ ഈ മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ആ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ബാക്കി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ചെറിയ 2 പീസ് പട്ട ഇട്ട് കൊടുക്കാം. അത് 1 ഇഞ്ച് സൈസിൻ്റെ ചെറിയ 2 പീസ്. പിന്നെ 3 ഗ്രാമ്പൂ, 3 ഏലക്ക. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലോട്ട് ഈ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് 5 എണ്ണം, കുറച്ച് വലിപ്പമുള്ള 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിലരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കനം കുറച്ച് നീളത്തിലരിയണം. മീഡിയം സൈസിൽ ഒരു 8-9 വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം. അത് ഇഞ്ചി ഒരു 1.5 ഇഞ്ച് സൈസിൻ്റെയൊക്കെ ഒരു പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഈ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. കുറച്ചൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 6 പച്ചമുളക്. അപ്പോൾ ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഒരുപാട് വഴറ്റണ്ട. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 2-ാം പാൽ, 1.5 കപ്പ് 2-ാം പാൽ. 250 ml കപ്പിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ 1.5 കപ്പ്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് കുറച്ചിട്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഈ മീൻ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ കറിവേപ്പില ഇടാം. ഒന്ന് താത്ത് കൊടുക്കുക. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിനെക്കാട്ടിലൊക്കെ ഒന്ന് കുറയ്ക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 10 കാഷ്നട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തത്. ഇത് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. ഒന്നെങ്കിൽ കാഷ്നട്ട് കുതിർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതായിട്ട് അരയ്ക്കുക. ഇല്ലെങ്കിൽ കാഷ്നട്ട് അങ്ങനെ തന്നെ ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് പൊടിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ ഒരു ഫിഷ് മോളിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത ഒരു വീഡിയോ, ഇത് വേറൊരു രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടിയൊക്കെ ചേർത്ത സമയത്ത്. അതുപോലെ ഒരു തക്കാളി, ചെറിയൊരു തക്കാളി റൗണ്ടിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ചു ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റോടൊക്കെ മതിയാവും. കുറച്ചിതൊന്ന് കുറുകി വരണം. ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇതിപ്പം മീനൊക്കെ വെന്ത് ഇവിടെ ചാറൊക്കെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. 3/4 കപ്പ് തേങ്ങാപ്പാൽ, 1-ാം പാൽ. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക.
തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ചൂടായാൽ മതി. കുറച്ച് കറിവേപ്പിലും കൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായി ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തക്കാളിയൊക്കെ ഇതുപോലെ മുഴുവനായിട്ട് ഇങ്ങനെ കിടന്നാൽ മതി. ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. ഒരുപാട് അങ്ങ് വെന്ത് ഉടയണ്ട. അപ്പോൾ ഈ സമയത്ത് ചാറിൻ്റെ ടേസ്റ്റ് ചെയ്യണം. ഉപ്പ് നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ പല ടൈപ്പ് അപ്പത്തിൻ്റെ വീട് ഞാൻ നിറയെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.